ലിറ്റിൽ തിങ്സ് മാറ്റേഴ്സ് എ ലോട്ട് എന്ന് പറയുമ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് എപ്പോഴും ഇപ്പം പടച്ചോൻ തന്നെ ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നിരന്തരമായി ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത് പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ നിരന്തരമായി നമ്മൾ കോൺഷ്യസ് ആയാൽ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സും ഇമ്പാക്റ്റും കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഈ റെസ്റ്റോറൻറ്റ് പറഞ്ഞുകൊണ്ട് പറയാട്ടോ, ഈ വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. ഈ പലയിടത്തും വെൽക്കം ഡ്രിങ്ക് ശരിക്കും ഇംപ്രഷൻ സ്പോയിലേഴ്സാണ്. ഇംപ്രഷൻ മൊത്തത്തിൽ തകർത്ത് കളയും. സാലാഡ് കൊണ്ടുവെക്കും, വെറുതെ ചുമ്മാ 4-5 കുക്കുംബറും 4 എന്താ അതിൻ്റെ പേര് 3-4 ക്യാരറ്റിൻ്റെ കഷ്ണവും കുറച്ച് ലെറ്റ്യൂസും ഒക്കെ ഇട്ടിട്ട് വളരെ ഓക്വേർഡ് ലുക്കിലായിരിക്കും കൊണ്ടുവരിക. അത് അവർ തരുന്ന ഇന്റൻഷൻ, അവരുടെ ഉദ്ദേശം ശുദ്ധിയെ തന്നെ അത് ബ്രേക്ക് ചെയ്യും. ഇന്റൻഷൻ എന്ന് പറഞ്ഞ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വലിക്കുന്നത്. നമ്മളെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടിയും കൂടെ പറയാം. ഇപ്പോൾ കോഴിക്കോട് സ്റ്റാർ ഞാൻ സ്ഥിരമായി കഴിക്കുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ വെൽക്കം ഡ്രിങ്ക്. ഭയങ്കര ഫിസി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി വെൽക്കം ഡ്രിങ്ക് തരും. ആ ഡ്രിങ്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ റിഫ്രഷ്ഡ് ആവും. പിന്നെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഫുഡിന് കുറച്ചൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താലും ഓക്കെയാണ്. ബിക്കോസ് ഐ ഹാവ് ഗോട്ട് സംതിങ് റിയലി ഗ്രേറ്റ്. തുടക്കം തന്നെ എനിക്ക് എന്തോ ഒരു ഉന്മേഷം കിട്ടുന്ന ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് തന്നിട്ട് അതും ഫ്രീ ആയിട്ടാണ് തന്നെ, വിത്ത് എ സ്മൈലിംഗ് ഫേസ്. വേറെന്താ വേണ്ടേ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഹാപ്പിനെസ് പോയിന്റിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഓവറോൾ ജേണി സ്ട്രെയിറ്റ് ഫ്രം പാർക്കിംഗ് മുതൽ അകത്ത് കയറുന്നത് മുതൽ വെയിറ്റ് ചെയ്യുന്നത് മുതൽ അവിടെ ഓർഡർ ചെയ്യുന്നത് മുതൽ പിന്നീട് ഫുഡ് കൊണ്ടുവരുന്നത് മുതൽ കഴിക്കുന്നത് മുതൽ ഹാൻഡ് വാഷ് ചെയ്യുന്നത് മുതൽ അവിടെ നിന്ന് എക്സിറ്റായി വണ്ടിയിൽ കയറി തിരിച്ചു പോകുന്നത് വരെ ആ എൻഡ് ടു എൻഡ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഒരു കസ്റ്റമർ തിരിച്ചു കൊണ്ടുപോകുന്നത്. കസ്റ്റമറിനെ തിരിച്ചവിടെ എത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഞാൻ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈവൻ ടു എക്സ്റ്റെൻഡ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നല്ല വെൽക്കം ഡ്രിങ്കും നല്ലൊരു സാലഡും ഒക്കെ കിട്ടി, നല്ലൊരു സ്റ്റാർട്ടറൊക്കെ ഫ്രീ ആയിട്ട് കിട്ടി, ഒരു സ്മൈലിംഗ് ഫേസ്, സുഖമാണെന്നൊക്കെ നമ്മുടെ വെയിറ്റർ വന്ന് നമ്മളോടൊക്കെ ചോദിച്ചു. ഒരു കുശലാന്വേഷണം കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കുറച്ച് ഉപ്പ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കുറവാണെങ്കിൽ വി വിൽ നോട്ട് മൈൻഡ്. തീർച്ചയായും നമ്മൾ വേണമെങ്കിൽ ചെന്ന് സ്വകാര്യത്തിൽ പറയും കേട്ടോ, ഉപ്പിച്ചിരി കുറഞ്ഞിട്ടാ അല്ല ഉപ്പിച്ചിരി കൂടുതലാണ് എന്നേ പറയുള്ളൂ. അത് എനിക്ക് സ്വന്തം വീട്ടിലൊരാളോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തോടെ പറയുള്ളൂ. അല്ലാതെ നേരെ സോഷ്യൽ മീഡിയയിൽ പോയി റിവ്യൂ എഴുതൂല, ഗൂഗിളിൽ പോയി റിവ്യൂ എഴുതൂല. അതാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിഗണിച്ചാൽ ഉണ്ടാകുന്ന വലിയ വലിയ ബിസിനസ് ഇമ്പാക്ട്. പക്ഷെ ഇത് തിരിച്ചും പറയാം, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിഗണിക്കാതിരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ നൈറ്റ്മെയർ ആയിട്ട് മാറും. ആബ്സല്യൂട്ട്ലി. അതായത് നമ്മൾ ഒരു സാധനം പ്ലാൻ ചെയ്യുന്ന സമയത്ത്, ഒരു ആസ് എ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഒരു സ്ഥാപനം പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു ചിലപ്പം ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ആൾക്കാരുടെ അഡ്വൈസ് സ്വീകരിച്ചിട്ടോ പ്രോപ്പറായിട്ടുള്ള, അതിപ്പം പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ആണ് കേട്ടോ. അതായത് ഞങ്ങൾ പ്രോപ്പറായിട്ട് എഞ്ചിനീയറിംഗ് വാല്യൂ ഒക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവിടെ ആരെങ്കിലും ഒരു അഡ്വൈസ് വരും. അവർ ഒരു പക്ഷേ ഇതിന് ചിലപ്പം അയാൾ ഉദ്ദേശം നല്ലതായിരിക്കാം, സ്പെൻഡ് ചെയ്യണ്ട, പക്ഷേ നമ്മളാണ് അതിന് ഏറ്റവും ബെറ്റർ. അതായത് എവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, എവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട എന്ന് പറയാൻ, അതാണ് നമ്മുടെ പ്രൊഫഷൻ.